ഹലോ ടീം. വീഡിയോഗ്രാഫി അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളറിംഗ് ഉൾപ്പെടുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ എന്നീ മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജികൾ പരിചയപ്പെടുത്തുന്ന ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് രണ്ട് തരം ക്യാമറകളെക്കുറിച്ചാണ്. ഒന്ന് DSLR, മറ്റൊന്ന് മിറർലെസ്. അതിനു മുമ്പായിട്ട് നമ്മൾക്കിടയിൽ ഉപയോഗിച്ച് വരുന്ന മറ്റു പലതരം ക്യാമറകളെക്കുറിച്ചും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോട്ടോകൾക്കായി നമ്മൾ വർഷങ്ങളായി ഉപയോഗിച്ച് വരുന്ന SLR ക്യാമറകൾ, അതായത് സിംഗിൾ ലെൻസ് റിഫ്ലെക്സ് ക്യാമറകൾ. അതിൻ്റെ ഡിജിറ്റൽ വെർഷനായ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് അഥവാ DSLR ക്യാമറകൾ. അതുപോലെ തന്നെ വീഡിയോ ചിത്രീകരണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ക്യാമറകളാണ് ENG ക്യാമറകളും അതിൻ്റെ ഡിജിറ്റൽ വെർഷനും അതിൻ്റെ 4K വെർഷൻസൊക്കെ ഈ കാണുന്നത് പോലത്തെ ക്യാമറകൾ. ഇലക്ട്രോണിക് ന്യൂസ് ഗ്യാതറിംഗ് ക്യാമറ എന്ന് പറയും, അതായത് TV ചാനലുകളും ഇൻസ്റ്റൻറ്റ് പ്രോഗ്രാം ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ENG ക്യാമറകൾ. അതിൻ്റെ പല വെർഷൻസ് അവൈലബിൾ ആണ്. TV ചാനലുകളുടെ അകത്ത് സ്റ്റുഡിയോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ന്യൂസ് ഗ്യാതറിങ്ങിന് ഇതുപോലത്തെ സെമി പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ 4K വെർഷൻസ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ക്യാമറകൾ ആ ഒരു ശ്രേണിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും സുപരിചിതമായ നമ്മൾ വീടുകളിലൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ചെറിയ ഹാൻഡി ക്യാമറകൾ, ഇതും ഈ ENG ലൈനപ്പിൽ തന്നെ വരുന്ന ക്യാമറകളാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സിനിമാ ക്യാമറകൾ മുമ്പൊക്കെ വളരെ കുറച്ച് ബ്രാൻഡുകൾ മാത്രം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോക്കറ്റ് സിനിമാ ക്യാമറകൾ മുതൽ ഒരുപാട് ക്യാമറകൾ സിനിമാ ക്യാമറ ലൈനപ്പിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണെങ്കിൽ DSLRും മിറർലെസ്സും മെയിനായിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ കമ്പാരിസണാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ക്യാമറ വാങ്ങിക്കുന്ന ഒരാളിന് ഞാൻ മിറർലെസ് ആണോ വാങ്ങിക്കുന്നത് അതോ DSLR ആണോ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഒരു മെക്കാനിക്കൽ ഷട്ടറിലൂടെ ഒരു ലൈറ്റ് കടത്തിവിട്ട് അതൊരു മിററിൻ്റെ, അതായത് കണ്ണാടിയുടെ സഹായത്തോടെ ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് DSLR അഥവാ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലെക്സ്. ഇനി മിറർലെസ് ആണെങ്കിൽ പേര് പോലെ തന്നെ മിറർ ഇല്ലാതെ സെൻസറിലോട്ട് ഡയറക്റ്റ് ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് മിറർലെസ്. നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും 99% മൊബൈലുകളിലും ഉപയോഗിക്കുന്നത് ഈ മിറർലെസ് ക്യാമറ ടെക്നോളജിയാണ്. അതിൻ്റെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജിയാണ് മിറർലെസ് ക്യാമറകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് DSLRും മിറർലെസ്സും വേർതിരിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ്. മിറർലെസ് പൊതുവെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. DSLR നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രൊസീജിയേഴ്സ് മെക്കാനിക്കലി അതിനകത്ത് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തിരി വലിയ ബോഡികളായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഫോട്ടോഗ്രാഫിയിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ലോ ലൈറ്റിൽ വെരി ഹൈ റെസൊല്യൂഷൻ ഇമേജൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് ഫോട്ടോയായിട്ട് എടുക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ DSLRനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം ഇന്നത്തെ കാലത്തും. ഇനി വരും കാലങ്ങളിൽ മിറർലെസ്സിൽ വരാകയില്ല. എന്നാൽ മിറർലെസ്സിലെ ഏതാനും ചില മോഡലുകൾ, സോണിയിലൊക്കെ വന്നിരിക്കുന്ന ചില മോഡലുകളിൽ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് കാലം മുമ്പ് വരെ മിറർലെസ് ക്യാമറകൾക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതായത് പ്രധാനമായും ലെൻസ് ലൈനപ്പ്, ഒരുപാട് ലെൻസുകളൊന്നും നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നില്ല. സോണി ഉൾപ്പെടുന്ന ഏതാനും ചില ബ്രാൻഡുകൾ മാത്രമായിരുന്നു മിറർലെസ് ക്യാമറകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാനോൺ, നിക്കോൺ, പെൻഡെക്സ്, ലുമിക്സ്, പാനസോണിക് ഉൾപ്പെടെ ഒരുപാട് കമ്പനികൾ മിറർലെസ്സിലോട്ട് എൻട്രി ആയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ലെൻസുകൾ, അതിൻ്റെ ആക്സസറീസ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മിറർലെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിരുന്ന ആ ഒരു ഡ്രോബാക്ക് ഇപ്പം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രോബ്ലം അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആയിരുന്നു. ബാറ്ററി ബാക്കപ്പ് ഇതുവരെയുള്ള പല മോഡലുകൾക്കും, ഇപ്പോഴും നിലവിൽ വരുന്ന പല മോഡലുകൾക്കും വളരെ ചെറിയ ബാറ്ററി ബാക്കപ്പാണ് മിറർലെസ്സിന് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഏതാനും മോഡലുകളിൽ വളരെ നല്ല ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ് നടന്നതായിട്ടും കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മോഡലുകളാണ് സോണി A9, സോണി A7, R3 എന്നീ മോഡലുകൾ. പിന്നെ ഓട്ടോ ഫോക്കസിങ് അല്ലെങ്കിൽ ഫോക്കസ് ട്രാക്കിംഗ് സിസ്റ്റം, അങ്ങനെ ഫാസ്റ്റ് ഫോക്കസിങ് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയുക ഈ മിറർലെസ് ക്യാമറകളിലാണ്. DSLR ഫാസ്റ്റാണ് ഫോട്ടോഗ്രാഫിയിൽ, എന്നാൽ വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ മിറർലെസ് ആണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. പക്ഷേ മിറർലെസ് ക്യാമറകളിൽ അതിന് ഏറ്റവും നല്ല റിസൾട്ട് ഈ സ്പീഡ് ഫോക്കസിങ്ങിലൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് ഡെഡിക്കേറ്റഡ് ലെൻസ്, ഇപ്പോൾ സോണി ആണെങ്കിൽ E മൗണ്ട്, ഈ ഫ്യൂജി ആണെങ്കിൽ X മൗണ്ട്, അങ്ങനെ അതിൻ്റെ ഡെഡിക്കേറ്റഡ് ലെൻസ്, അഡാപ്റ്റേഴ്സ് ഇല്ലാതെ ഡെഡിക്കേറ്റഡ് ലെൻസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കതിന് യഥാർത്ഥത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇതുവരെ നോക്കിയത് ബേസിക് ഫീച്ചേഴ്സ് ആണെങ്കിൽ ഇനി നമ്മൾ വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫ്രെയിം റേറ്റ്, ഇപ്പോൾ സൂപ്പർ സ്ലോ മോഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈ ഫ്രെയിം റേറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ബോഡികളായിരിക്കണം. ആ ബോഡി നമുക്ക് മിറർലെസ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കാനൺ 1DX Mark II അല്ലെങ്കിൽ നൈക്കോൺ 850 തുടങ്ങി ചുരുക്കം ചില മോഡലുകൾ ഒഴിച്ചാൽ ഈ ഹൈ ഫ്രെയിം റേറ്റ് വളരെ അപൂർവം ക്യാമറകൾ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ മിറർലെസ് ക്യാമറ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് എൻട്രി ലെവൽ ക്യാമറകൾ മുതൽ തന്നെ ഹൈ ഫ്രെയിം റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോണിയുടെ RX100 Mark IV തൊട്ടുള്ള എല്ലാ ക്യാമറകളിലും
ഹൈ ഫ്രെയിം റേറ്റ്, സ്റ്റെബിലൈസേഷൻ. മിറർലെസ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇപ്സ് എന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് ബോഡി സ്റ്റെബിലൈസേഷൻ. അപ്പോൾ നമ്മളൊരു ഫാസ്റ്റ് മോഷൻ, സൂപ്പർ ഫാസ്റ്റ് സ്പോർട്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുകയാണെങ്കിൽ മിറർലെസ് ലൈനപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുക. അപ്പോൾ നമ്മൾ DSLR നിന്ന് മിറർലെസ്സിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് ഒരുപാട് ലെൻസസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു DSLRന്. അപ്പോൾ അത് മിറർലെസ്സിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? അങ്ങനെയുള്ള ആളുകൾക്ക് കാനോൺ ലെൻസും നിക്കോൺ ലെൻസും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലെൻസ് അഡാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മൗണ്ട് കൺവേർട്ടേഴ്സ് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മിറർലെസ് ക്യാമറകൾക്ക് നമ്മൾക്കതിൻ്റെ ഫുൾ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ലെൻസ് ആയിരിക്കണം. പക്ഷേ നമ്മളെ കയ്യിൽ ഒരുപാട് ലെൻസ് ഉണ്ട്, അത് കാരണം ഞാൻ മിറർലെസ്സിലോട്ട് മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് മാത്രം നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് സിഗ്മ, മെറ്റബോണസ് തുടങ്ങിയ നല്ല നല്ല ബ്രാൻഡുകളുടെ ലെൻസ് മൗണ്ട് കൺവേർട്ടേഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് കൺവേർട്ടേഴ്സ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നതിൽ ഏറ്റവും നല്ല 2 ബ്രാൻഡുകൾ, ഒന്ന് മെറ്റബോണസിൻ്റെ സ്പീഡ് ബൂസ്റ്റർ, പിന്നെ സിഗ്മയുടെ MC11 എന്നൊക്കെ പറയുന്ന കുറച്ച് മോഡലുകളാണ്. അത് നൈക്കോൺ, കാനോൺ തുടങ്ങിയ എല്ലാ ലെൻസ് മൗണ്ടുകൾക്കും സോണിയുടെ മൗണ്ടിലോട്ട് ലഭ്യമാണ്. മാത്രമല്ല ഇപ്പോൾ വന്നിരിക്കുന്ന കാനോൺ മിറർലെസ് സീരീസ്, കാനോൺ M മൗണ്ട് ആണെങ്കിൽ അതിനും അഡാപ്റ്റേഴ്സ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാനോണിൻ്റെ ഡെഡിക്കേറ്റഡ്, അത് സൂപ്പർ ഫാസ്റ്റ്. എനിക്ക് തോന്നുന്നത് സോണിയുടെ മൗണ്ടിൽ നിങ്ങൾ കാനോൺ ലെൻസ് മറ്റൊരു അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്ററാണ് കാനോൺ M മൗണ്ടിനെ കാനോണിൻ്റെ ഡെഡിക്കേറ്റഡ് അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ പല ഒക്കേഷൻസിൽ നമുക്ക് സൈലൻറ്റ് ഷട്ടർ, അതായത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും ശബ്ദം ഉണ്ടാകാതെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് DSLR ക്യാമറകളിൽ സൈലൻറ്റ് ഷട്ടർ മോഡ് ഉണ്ടെങ്കിൽ പോലും ഈ മിറർലെസ് ക്യാമറയുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് സൈലൻറ്റ് ഷട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ഡീറ്റെയിലായിട്ട് പോയിട്ടില്ലെങ്കിലും മിറർലെസ്സും DSLR തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ നമ്മളെ യൂസിന് ഏറ്റവും അനുയോജ്യമായത് എന്താണ്? ഒരു പ്യുവർ ഫോട്ടോഗ്രാഫറാണ്, ഹൈ റെസൊല്യൂഷൻ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫറാണെങ്കിൽ DSLRൽ തന്നെ കണ്ടിന്യൂ കുറച്ചു കാലം കൂടെ ചെയ്യാം. പക്ഷേ തീർച്ചയായിട്ടും മിറർലെസ്സോട്ട് മാറും എല്ലാം ഒരു കാലത്ത്. പക്ഷേ മിറർലെസ്സോട്ട് പെട്ടെന്ന് തിടുക്കത്തിൽ നമ്മൾ മാറേണ്ടതില്ല എന്നാണ് ടെക് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. പിന്നെ വീഡിയോഗ്രാഫി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മിറർലെസ്സിലോട്ട് മാറേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൈക്രോ ഫോർ തേർഡ് സെൻസർ ഉപയോഗിക്കുന്ന ഒരു മിറർലെസ് ക്യാമറയിൽ ഒരു വീഡിയോ അതിന് ഫുൾ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് ഒരു ഫുൾ ഫ്രെയിം DSLR ക്യാമറയുടെ വീഡിയോ റിസൾട്ടിനേക്കാളും ഭംഗിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരാം, മൈക്രോ ഫോർ തേർഡ് ചെറിയൊരു സൈസുള്ള ഒരു സെൻസർ നമ്മൾ എങ്ങനെയാണ് ഫുൾ ഫ്രെയിം ക്യാമറയായിട്ട് ക്വാളിറ്റിയിൽ കമ്പയർ ചെയ്യുന്നതെന്ന്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫോട്ടോഗ്രാഫിയിൽ നിന്ന് പുറത്തേക്ക് വീഡിയോഗ്രാഫിയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് ഒരുപാട് ഫാക്ടർ കൂടി ചേർന്നിട്ടാണ്. വെറും ഒരു സെൻസർ സൈസോ അല്ലെങ്കിൽ ലെൻസിൻ്റെ ക്വാളിറ്റിയോ മാത്രമല്ല, തീർച്ചയായിട്ടും ഇവ രണ്ടും പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ അതിന് കൂടെ തന്നെ നമ്മുടെ ഈ പ്രോസസ്സിംഗ് മെത്തേഡ്, 10 ബിറ്റ് 8 ബിറ്റ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സിംഗ് മെത്തേഡ്, പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഫ്രെയിം റേറ്റ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫ്രെയിം റേറ്റുകൾ, ഒരു സൂപ്പർ ഫാസ്റ്റ് മോഷൻസ് ഒക്കെ ആണെങ്കിൽ DSLRൽ ഒരിക്കലും നമുക്ക് മിറർലെസ്സിൻ്റെ ഒരു ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു മിറർലെസ് ക്യാമറയെ നമ്മൾ ഈവൻ ചെറിയ സെൻസർ ആണെങ്കിൽ പോലും ഫുൾ ഫ്രെയിം ക്യാമറയുള്ള ഒരു DSLR ആയിട്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ല ക്വാളിറ്റി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ക്യാമറകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ സൈസുകളുടെ കേന്ദ്രീകരിച്ചിട്ട് നമ്മളെ ക്യാമറകൾ പല ലൈനപ്പാക്കി മാറ്റിയിട്ടുണ്ട്, വേറെ കുറച്ച് ഗ്രൂപ്പുകളായിട്ട്. അതായത് നമ്മൾ നേരത്തെ മിറർലെസ് DSLR എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ മിറർലെസ്സിനെയും DSLRനെയും ബാക്കിയുള്ള എല്ലാ ക്യാമറകളെയും ഈ സെൻസർ സൈസ് വെച്ചിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. അതായത് മൈക്രോ ഫോർ തേർഡ്, APS-C, സൂപ്പർ 35, മീഡിയം ഫോർമാറ്റ്, 1 ഇഞ്ച് ഫുൾ ഫ്രെയിം ക്യാമറകൾ, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളാക്കിയിട്ട് വീണ്ടും ക്യാമറയെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ടിരിക്കുന്നത്? എന്താണ് ഈ സെൻസർ സൈസുകൾ തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് എവിടെയാണ് ഇത് ഉപയോഗപ്പെടുന്നത്? നമുക്ക് എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു വീഡിയോ വാളിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. അപ്പോൾ DSLR, മിറർലെസ്, ENG ക്യാമറകളെക്കുറിച്ചുള്ള ചെറിയൊരു ധാരണ ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ ഈ ചാനൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ചാനലായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ അടുത്ത വീഡിയോസിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം.